ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലുള്ള ഒരു പാൽ കപ്പയുടെ റെസിപ്പി കാണാം കേട്ടോ. കപ്പ നമ്മൾ പല രീതിയിലും വെക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ വെക്കുന്ന ഈ പാൽ കപ്പ ഉണ്ടല്ലോ, മീൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു 1 കിലോ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3/4 കിലോ കപ്പയോളം വരും. അത് നല്ല 3 വെള്ളത്തിൽ ഊറ്റി കഴുകിയതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട്, അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തോട്ട് ചതച്ചിടാനുള്ള ഐറ്റമൊക്കെ എടുത്തു വയ്ക്കാം. ഒരു 2 പച്ചമുളക്, ഒരു 4-5 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി ഒറ്റ അല്ലി മതി. എനിക്ക് തീരെ ചെറുതായതുകൊണ്ട് ഞാനൊരു 3-4 ചെറിയ അല്ലി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇടയ്ക്ക് നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ, നമുക്ക് വെന്തോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഒന്ന് ഇളക്കി തുറന്നൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് പാകം അല്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്നുകൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അത് വെന്ത് നല്ലതുപോലെ ഉടയുന്ന ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. സാധാരണ വെള്ളം വാർത്തെടുത്ത് ഊറ്റിയെടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലൊരു അരിപ്പിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്താൽ വെള്ളമെല്ലാം അങ്ങ് വാർന്നു പൊയ്ക്കോളും. അത് നമ്മൾ അതേ പാത്രത്തിലോട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ സാധനമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് ഉടച്ച് സ്മാഷ് ചെയ്തെടുക്കണം. ഈ തവിയുടെ മൂട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കുത്തി, ഈ തവി അല്ലെങ്കിൽ സ്റ്റീൽ തവി വെച്ച് കുത്തിയാലും മതി. അത് വെച്ച് കുത്തിയാലും നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ആ ഉടഞ്ഞ് ഒരുപാടങ്ങ് പായസം പോലൊന്നും ആക്കരുതേ. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ കിടക്കണം, അറിയാമല്ലോ. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ വലിയ കപ്പ് ആയതുകൊണ്ട് ഞാൻ 1 കപ്പേ ഒഴിക്കുന്നുള്ളൂ. ചെറിയ കപ്പാണെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഇത്. ഇനി അത് വീണ്ടും നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് അടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കണം. അതിനകത്തെ പച്ചമുളകും ആ ചുവന്നുള്ളിയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊന്ന് കുറുകിയൊക്കെ വരും. ഇപ്പം നല്ലതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിയാക്കേണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനിയും കുറുകും. ഇപ്പം മതിയായി. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയൊരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ കപ്പയ്ക്ക്, അപ്പോഴാണ് ടേസ്റ്റ്. അല്പം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2-3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. അത് ഒരുപാട് മൂക്കയൊന്നും വേണ്ട. അപ്പോൾ നമുക്കൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് നല്ലൊരു ബ്രൗണായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് ബ്രൗൺ ആവുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ ഒരു 2 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആവും. ഇത് നമുക്ക് എടുത്ത് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയുടെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, കപ്പ നമ്മൾ ആ ഉള്ളി വറക്കാൻ പോയ സമയത്തേക്ക് അത് ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വന്നു. അപ്പോൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം സർവിങ് ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഞാനിന്നിത് മുളകിട്ടരച്ച മീൻകറിയുടെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും വായിൽ വെള്ളം വരിക ഓർക്കുമ്പോൾ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും ഉടനെ തന്നെ വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.